എല്ലാവർക്കും ബോളിവുഡിൻ്റെ അടുത്തൊരു വീഡിയോയിലേക്ക് സ്വാഗതം. OTT പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്തതും ഇനി റിലീസ് ചെയ്യാൻ പോകുന്നതുമായ മൂവികളാണ് നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നത്. ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. ഫസ്റ്റത്തേത് ഒരു മലയാളം മൂവിയാണ് ദ കേരള സ്റ്റോറി 2. ദ കേരള സ്റ്റോറി എന്ന വിവാദ ചിത്രത്തിൻ്റെ രണ്ടാം ഭാഗമാണ് ദ കേരള സ്റ്റോറി 2. ഉൽക്ക ഗുപ്ത, അതിഥി ഭാട്ടിയ, ഐശ്വര്യ വച്ച എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി കാമാഖ്യ നാരായണൻ സിംഗ് സംവിധാനം ചെയ്ത മൂവിയാണ് ദ കേരള സ്റ്റോറി 2. കേരളത്തിൽ നിന്നുള്ള 3 പെൺകുട്ടികളുടെ കഥയാണ് ഈ സിനിമ പറയുന്നത്. മതപരിവർത്തനവും പ്രണയത്തിന്റെ മറവിൽ നടക്കുന്ന വഞ്ചനയുമാണ് ഈ സിനിമയുടെ പ്രമേയം. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് വൈൽഡ് കാറ്റ്. കേറ്റ് ബെക്കിൻസേൽ പ്രധാന വേഷത്തിലെത്തിയൊരു ആക്ഷൻ ക്രൈം ത്രില്ലർ ചിത്രമാണ് വൈൽഡ് കേറ്റ്. 2025 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ലയൺസ് ഗേറ്റ് പ്ലേ ആണ്. ഇംഗ്ലീഷ് കൂടാതെ ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. മറ്റൊരു മലയാളം മൂവിയാണ് കണിമംഗലം കോവിലകം. പ്രശസ്തമായ ഒരു വെബ് സീരീസിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജേഷ് മോഹന്റെ സംവിധാനത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ അജ്മൽ ഖാൻ, അഭിജിത്ത്, മുഹമ്മദ് റാഫി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. ഒരു ഹോസ്റ്റലിനും കോളേജിനും ഇടയിലുള്ള പഴയ ശ്മശാനത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സിനിമ. ഒരു ഹൊറർ കോമഡി സിനിമയാണ് കണിമംഗലം കോവിലകം. സൺ നെക്സ്റ്റ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഏപ്രിൽ 10 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു തമിഴ് മൂവിയാണ് ഹാപ്പി രാജ. മരിയ രാജ ഇളഞ്ചേഴിയന്റെ സംവിധാനത്തിൽ GV പ്രകാശ് കുമാർ, ശ്രീ ഗൗരിപ്രിയ, ജോർജ് മറിയൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ റൊമാൻറ്റിക് കോമഡി ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈൻമെന്റ് മൂവിയാണ് ഹാപ്പി രാജ. തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത്. ആമസോൺ പ്രൈം വീഡിയോസ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തതൊരു തെലുങ്ക് മൂവിയാണ് രാഗസ. സംഗീത്, ശോഭൻ, നയൻ, സാരിക എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി മനസ ശർമ്മ സംവിധാനം ചെയ്തൊരു ഹൊറർ കോമഡി ഫാന്റസി ചിത്രമാണ് രാഗസ. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നിരുന്നാലും ഏപ്രിൽ മാസം ലാസ്റ്റ് വീക്കിലോ അല്ലെങ്കിൽ മെയ് മാസം ഫസ്റ്റ് വീക്കിലോ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തമിഴ് മൂവിയാണ് ശബ്ദം. അരിവഴകൻ സംവിധാനം ചെയ്ത് ആദി പിനിസെട്ടിയും ലക്ഷ്മി മേനോനും പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഹൊറർ ത്രില്ലർ ചിത്രമാണ് ശബ്ദം. ഈ സിനിമയുടെ പേര് പോലെ തന്നെ ശബ്ദങ്ങളോടെ ഭയപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സിനിമ നിർമ്മിച്ചിരിക്കുന്നത്. C5 തമിഴ് ലാംഗ്വേജിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ച ഈ മൂവിയുടെ ഹിന്ദി ഡബ്ഡ് വേർഷനും ഇപ്പോൾ അവൈലബിൾ ആണ്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മാ ബഹൻ. നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു ഡാർക്ക് കോമഡി ത്രില്ലർ ഫിലിമാണ് മാ ബഹൻ. മാധുരി ദീക്ഷിത്, തൃപ്തി ദിമ്രി, രവി കിഷൻ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സുരേഷ് ത്രിവേണിയാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തൊരു തെലുങ്ക് വെബ് സീരീസ് ആണ് പോച്ചമ്മ. ശ്രുതി നായിഡു, പ്രിയ ശതമർഷൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി രമേശ് ഇന്ദ്ര സംവിധാനം ചെയ്ത ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ് പോച്ചമ്മ. ആഹ OTT പ്ലാറ്റ്ഫോം വഴി തെലുങ്ക്, തമിഴ് ഭാഷകളിൽ ഏപ്രിൽ 17 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് മൂവിയാണ് ഡോളി. ക്രൂരമായ കൊലപാതകങ്ങളും ഭയപ്പെടുത്തുന്ന രംഗങ്ങളും ഈ സിനിമയുടെ പ്രത്യേകതയാണ്. 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഈ മൂവി ഒരു ഹൊറർ ത്രില്ലർ മൂവിയാണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓപ്ഷനിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മൂവി ബസൂക്ക. പ്രേക്ഷകർ ഒരുപാട് നാളായി കാത്തിരിക്കുന്ന മൂവിയാണ് ബസൂക്ക. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ ഡീനോ ഡെന്നിസ് സംവിധാനം ചെയ്ത മൂവിയാണ് ബസൂക്ക. ആക്ഷൻ ത്രില്ലർ മൂവിയായ ബസൂക്കയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5 ആണ്. എന്നിരുന്നാലും ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റ് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. വിഷുവിനോടനുബന്ധിച്ച് റിലീസ് ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് കാത്തിരിക്കാം ബസൂക്കയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി. അടുത്തൊരു കൊറിയൻ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു ഹൊറർ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു മൊബൈൽ ആപ്പിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. ഏപ്രിൽ മാസം 24 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് മട്ക കിങ്. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് മട്ക കിങ്. വിജയ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നർ നാഗരാജ് മഞ്ജുളയാണ്. ഏപ്രിൽ 17 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.